പ്രിയപ്പെട്ട കൂട്ടുകാരെ, PDR മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ നിരവധി വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഈ വീഡിയോയിൽ അതിന്റെ ബാക്കിയായിട്ടുള്ള മറ്റ് ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം പാർട്ട് 3 കാണുക. അപ്പോൾ പാർട്ട് 3യിൽ മറ്റ് ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്ത് നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. മുഴുവൻ മാർക്കും നമുക്ക് നേടേണ്ടതുണ്ട്. എല്ലാ കൂട്ടുകാരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, വീഡിയോ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക, സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീഡിയോ കണ്ട് ഒന്നുകൂടി മനസ്സിലാക്കിയ ശേഷം വീണ്ടും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് 3ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ the arithmetic sequence 7, 11, 15, etc. A question, what is its 20th term? B question, find the sum of its first 20 terms. C question, is the sum of any two terms of the sequence will be a term in this sequence? Why? 7, 11, 15 എന്ന സമാന്തര ശ്രേണിയിലെ 20ാം പദം എത്ര? അതാണ് A question. ബി ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ തുക ഇതേ ശ്രേണിയിൽ ഉണ്ടാകുമോ? എന്തുകൊണ്ട്? ഓക്കെ, ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി 7, 11, 15 എക്സെട്ര 7, 11, 15 എക്സെട്ര. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 20th ടേം? അതിന്റെ 20ാമത്തെ ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും 20ാമത്തെ ടേം കാണാൻ, nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? xn equal to dn plus f minus d. എത്രയാണ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം 7. എത്രയാണ് കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എത്രയാണ്? 11 minus 7, 4. അപ്പോൾ ഫസ്റ്റ് ടേം പറയാം, കോമൺ ഡിഫറൻസ് പറയാം. നമുക്ക് 20th ടേം കണ്ടുകൂടെ? d 4 into n 20 plus first term 7 minus 4 4 into 20 80 7 minus 4 3 80 plus 3 83. അപ്പോൾ 83 ആയിരിക്കും അതിന്റെ 20ാമത്തെ പദം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 20 ടേംസ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 20 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. n പദങ്ങളുടെ തുക കാണാൻ നമുക്കറിയാം. n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ Sn equal to n/2 into 2f plus n minus 1 into d. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് n/2 into xn plus x1, അല്ലേ? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന സം കാണാനുള്ള ഇക്വേഷനും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? d/2 n square plus f minus d/2 n. d/2 n square plus f minus d/2 n. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇക്വേഷൻ നമ്മളെ ആദ്യത്തെ ഇക്വേഷൻ ആയ ഏത്? Sn equal to n/2 into 2f plus n minus 1 into d യിൽ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഞാൻ എടുത്തത്? ഇത് വെച്ച് ചെയ്താലും ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, കഴിഞ്ഞ പാർട്ടിലൊക്കെ നമ്മൾ ഇത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് സമ്മ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സമ്മ് കണ്ടു നോക്കാം. എങ്ങനെയാണത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഞാനൊന്ന് പെട്ടെന്ന് പറയാം. n/2 into 2f n/2 into 2f plus n/2 into n minus 1 into d. അപ്പോൾ 2 and 2 will get cancelled. n into f, nf. n/2 into n into d, n square d/2. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
n by 2 into 1 into d, n by 2 into 1 into d, n by 2d ഈ നെഗറ്റീവ് സൈൻ ആയിരിക്കും ഇവിടെ വരും അല്ലേ. ഇനി n സ്ക്വയർ ടേം നമ്മൾ ആദ്യം എഴുതി d by 2 n സ്ക്വയർ പ്ലസ് n into ഇത് nf ലും n by 2 d ലും n കോമൺ ആയിട്ടുണ്ട്, ആ n പുറത്തെടുത്തു, ബാക്കി f മൈനസ് d by 2, f മൈനസ് d by 2, അതായത് Sn equal to d by 2 n സ്ക്വയർ പ്ലസ് n into f മൈനസ് d by 2 എന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ 20 പദങ്ങളുടെ തുക കാണുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാണാം, n സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്നത് ആരാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തില്ലേ, കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, d കാണുന്നതിന് വേണ്ടി n സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യയുടെ ഡബിൾ കാണാൻ പറഞ്ഞു ഇല്ലേ. അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത്, d by 2. n നോട് ചേർന്ന് കിടക്കുന്നത് ആരാണ്, ഫസ്റ്റ് ടേമിൽ നിന്ന് d by 2 മൈനസ് d by 2 ആരാണ്, n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, n സ്ക്വയറിന്റെ കൂടെയുള്ള ആളാരാണോ അതാണ് d by 2. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ d എന്താണ്, 4 by 2 into n 20 ആണ്, 20 സ്ക്വയർ പ്ലസ് f 7 മൈനസ് d by 2 2 അല്ലേ. 4 by 2 എന്താണ്, 2 ആണ്, into 20. ഇതിന്റെ ബാക്കി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ 2 into 4 by 2 2 അല്ലേ, 2 into 400, 20 സ്ക്വയർ 400 plus 7 minus 2 5, 5 into 20 100. അപ്പോൾ 800 plus 100 equal to 900 എന്ന് കിട്ടും. അപ്പോൾ 20 പദങ്ങളുടെ തുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 900 കാണാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഉപയോഗിച്ചത് നേരത്തെ പാർട്ട് 1 നമ്മൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. n സ്ക്വയർ ഒരു സമ്മിന്റെ ബീജഗണിത രൂപം, തുകയുടെ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. n സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്, കോമൺ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. n നോട് ചേർന്ന് കിടക്കുന്നതോ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ പകുതി മൈനസ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് സമ്മിന്റെ ബീജഗണിത രൂപം, സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതുകൂടി കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇതിന്റെ സി ക്വസ്റ്റ്യൻ is the sum of any two terms of the sequence will be a term in this sequence. Why? ഈ സീക്വൻസിലെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 7 11 15 എന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഈ ശ്രേണിയിൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെ ഉണ്ടാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് 7 11 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 ഉം 11 എത്ര കിട്ടും, 18. 7 plus 11 18, 18 കിട്ടും. ഇതിലെ ഒരു പദമാണോ ടേം ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വിദ്യ എന്താണ്, ഇതിലെ ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോമൺ ഡിഫറൻസ് കൊണ്ട്, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കും. പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമെല്ലാം എന്തായിരിക്കണം, ഒന്നായിരിക്കണം അല്ലേ. ഇവിടെ 7 by 4 എത്രയാ, റിമൈൻഡർ 3. 11 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്, 3. അങ്ങനെ ഇതിലെ ഏത് ടേമിനെയും 4 കൊണ്ട്, 4 ആരാണ്, കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടണം, 3 എന്ന് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. 7 plus 11 18 ആണല്ലോ, 18 ആണല്ലോ, 18. അപ്പൊ 18നെ നമ്മൾ 4 കൊണ്ട്, 4 ആരാണ്, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്, 2 എന്നാണ്. എത്രയാണ്, 2 എന്നാണ്. അപ്പൊ ഇതിൽ രണ്ട് നമ്പറുകൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഇവിടെ റിമൈൻഡർ 3 ആണ്, ഇവിടെ റിമൈൻഡർ 3 ആണ്. പക്ഷേ 18 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി, 2 കിട്ടി. അപ്പോൾ 18 ഈ ടേമിൽ ഉണ്ടാകും. ഈ ഒരു സീക്വൻസിൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ, ഈ സമാന്തര ശ്രേണി ഉണ്ടാകുമോ, ഉണ്ടാകില്ല അല്ലെ. പക്ഷേ നമ്മൾ ഏതെങ്കിലും രണ്ട് ടേമുകൾ, സംഖ്യകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് പൊതുവൽക്കരിക്കാൻ പറ്റുമോ, പറ്റില്ല അല്ലെ. വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട്
അത് ചിലപ്പോൾ പിന്നെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 കിട്ടിയാലോ അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ, പൊതുവൽക്കരിക്കുമ്പോൾ നമ്മളെ ആൾജിബ്രയുടെ സഹായം തേടണം. ഓക്കെ, നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, ഈ ഒരു സീക്വൻസിന്റെ 7, 11, 15 എന്ന സീക്വൻസിന്റെ nth ടേം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എത്രയാണത്? dn plus f minus t, 4n plus 7 minus 4, 4n plus 3. കൂടുതൽ എല്ലാവർക്കും ഈ 4n plus 3 എന്ന് കാണാൻ അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. 4n plus 3 ആണ് ഇതിലെ nth ടേം. അത് നമ്മൾ ഇതിൽ 2 ടേമുകൾ എടുത്തു. ഒന്ന് 4n plus 3. nth ടേം ആണ് 4n plus 3. മറ്റൊരു ടേം എടുത്തു, mth ടേം 4m plus 3. ഓക്കെ, 2 ടേമുകളായല്ലോ. 4n plus 3യും 4n plus 3യും 2 ടേമുകൾ. ഈ 2 ടേമുകൾ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. സം 4n plus 3 plus 4m plus 3. 4n-ലും 4m-ലും ആരുണ്ട്? 4 ഉള്ളതുകൊണ്ട് 4 കോമൺ ആക്കി എടുത്തു. 4 into m plus n. ഇവിടെ 3 plus 3 6 ആണ്. എത്രയാണ്? 3 plus 3 6. അപ്പോൾ 4 into m plus n plus 6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 2 പദങ്ങളുടെ തുക, 2 ടേമിന്റെ സം. ഓക്കെ, ഇനി ഈ ടേം 4 into m plus n plus 6 എന്ന ടേം എന്ന നമ്പർ ഈ സീക്വൻസിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സീക്വൻസിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ 18 ഡിവൈഡ് ചെയ്തില്ലേ, അതേപോലെ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 4 into m plus n, 4ഉം 4ഉം കട്ട് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 2 എന്നാണ്. എത്രയാണ്? 2 ആണ്. അപ്പോൾ 4 into m plus n plus 6നെ അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട്, ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 2 ആണ് അല്ലെ? നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേം എവിടെ ഉണ്ടാവില്ല? ഈ സംഖ്യ എവിടെ ഉണ്ടാവില്ല? ഈ സമാന്തര ശ്രേണിയിൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം. കണ്ടല്ലോ? അപ്പൊ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്ത് പറയേണ്ടത്. അതിന് ചിലപ്പോൾ ആൾജിബ്രയുടെ സഹായം നമുക്ക് തേടേണ്ടി വരും. അങ്ങനെ തേടിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് കിട്ടി? റിമൈൻഡർ 2 എന്ന് കിട്ടി. അതുകൊണ്ട് എന്തല്ല, അങ്ങനെ ഒരു 2 പദങ്ങളുടെ തുക ഈ സമാന്തര ശ്രേണിയിൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടി. കൂട്ടുകാരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക, മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A question: if 1 plus 2 plus 3 plus etc plus n equal to 465, 365 എന്നാണ് അതിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് മാറ്റിയിട്ട് 465. മലയാളം ക്വസ്റ്റ്യനിൽ അത് 465 തന്നെയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ആണ് A question. B question: how many terms of the arithmetic sequence 4, 8, 12 etc should be added to get 1860? About question: 1 plus 2 plus 3 plus etc plus n equal to 465 ആയാൽ n എത്ര? B question: 4, 8, 12 etc എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 1860? ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് 1 plus 2 plus 3 plus etc plus n equal to 465, what is the value of n? 1 plus 2 plus 3 plus etc plus n equal to 465 ആയാൽ n എത്ര എന്നാണ് ചോദ്യം. 1 plus 2 plus 3 plus etc plus n എന്താണ്? n നാച്ചുറൽ നമ്പറിന്റെ, n കൗണ്ടിങ് നമ്പറിന്റെ, n എണ്ണൽ സംഖ്യകളുടെ തുക സമം. എല്ലാവർക്കും അറിയാം n into n plus 1/2 ആണത്. ഈക്വൽ ടു 465 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ഈക്വൽ സൈൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ 465 into 2, അതായത് n into n plus 1 equal to 465 into 2.
That's equal to 930. 930. n into n plus 1 equal to 930. ഇത് വേണമെങ്കിൽ n into n square plus n into 1 n വെച്ചുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, രണ്ടാം ഡിഗ്രി സമവാക്യമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് അത്രത്തോളം പോകേണ്ടതില്ല. വളരെ സിമ്പിൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ കാണാൻ പറ്റും. n into n plus 1, ഒരു ടേമും അതിന്റെ തൊട്ടടുത്ത ടേം അല്ലെ, n-ഉം n plus 1, ഒരു പദവും അതിന്റെ തൊട്ടടുത്ത പദവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 930. അങ്ങനെയാണെങ്കിൽ ആ n എത്രയായിരിക്കും? അതാണ് ചോദ്യം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 930, അതായത് 930യെ ഒന്ന് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം, ഘടകങ്ങളാക്കണം. എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ച് ഓർമ്മ ഉണ്ടോ ഘടകങ്ങളാക്കല്? അപ്പോൾ ആദ്യം 2 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ 465, പിന്നെ 3 155, പിന്നെ 5 31. 31നെ പിന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഘടകങ്ങളാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 930 എന്ന് പറഞ്ഞാൽ 2 into 3 into 5 into 31 അല്ലേ? 2 into 3 into 5 into 31 എത്രയാണ്? 2 into 3 into 5, 2 into 3 6, 6 into 5 30. അപ്പോൾ 30 into 30 കണ്ടോ? 30 എന്ന ടേമും 30നോട് ഒന്ന് കൂട്ടിയത് 31, തൊട്ടടുത്ത ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആരെ കിട്ടിയത്? 930 എന്ന് കിട്ടി. 930 കിട്ടും. അപ്പോൾ n എത്രയായിരിക്കും? 30. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അതല്ല, n into n n square plus n into 1 n, അതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം. അത് നിങ്ങൾ രണ്ടാം ഡിഗ്രി സമവാക്യം എന്ന ചാപ്റ്ററിലെ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതി നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ആ സമയത്ത് അത് പഠിക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് how many terms of the arithmetic sequence 4, 8, 12 etc. should be added to get 1860. 4, 8, 12 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 1860 എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ 4 plus 8 plus 12 plus etc plus 4n, n പദങ്ങളുടെ തുക. ഈ 4ഉം 8ഉം 12ഉം അതിന്റെ nth ടേം എന്തായിരിക്കും? 4n ആയിരിക്കും. എങ്ങനെയാണ്? 4 into 1 4 കണ്ടോ? ഫസ്റ്റ് ടൈം 4 into 2 8, സെക്കൻഡ് ടൈം അല്ലേ 4 into 3 12. അപ്പോൾ nth ടേം എന്തായിരിക്കും? 4 into n. ഓക്കെ, അത് 1860 ഇത് തന്നിരിക്കുന്നു. നമുക്ക് കാണുന്നത് എത്രയാണ്? എത്ര എണ്ണുകൾ കൂട്ടിയാലാണ് നമ്പർ ഓഫ് ടേംസ് അല്ലേ, എത്ര എണ്ണം കൂട്ടിയാലാണ് 1860, ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 1860 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ 4, 8, 12 എക്സെട്രാ പ്ലസ് 4ലെ 4 കോമൺ ആണ് അല്ലേ? ആ 4 പുറത്ത്. ബാക്കി എന്താണ്? 1 into 4 4 കണ്ടോ? 2 into 4 8, 3 into 4 12. അപ്പോൾ 1 plus 2 plus 3 plus എക്സെട്രാ പ്ലസ് n equal to 1860. എത്രയാണ്? 1 plus 2 plus 3 plus എക്സെട്രാ പ്ലസ് n എന്താണ്? n നാച്ചുറൽ നമ്പറിന്റെ സം. n into n plus 1 by 2. 4ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും അല്ലേ? ആ 2നെ into 2നെ ഈക്വൽ സൈഡ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ഡിവൈഡഡ് ബൈ ഹരിക്കണം എന്നാവും. അപ്പോൾ 1860 ഹരിക്കണം 2. എത്രയാ? 1860 ഹരിക്കണം 2 930 അല്ലേ? അപ്പോൾ n into n plus 1 ഈക്വൽ ടു എന്താണ്? 930 എന്ന് കിട്ടും അല്ലേ? 930 എന്ന് കിട്ടും. ഇത് നമ്മള് എ ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ? എ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ അല്ലേ? n into n plus 1 ഈക്വൽ ടു 930 എന്ന് ഇവിടെ കണ്ടതല്ലേ? എത്രയാണ് നമുക്ക് n കിട്ടിയത്? n എത്രയാണ് കിട്ടിയത്? 30 കിട്ടി അല്ലേ? വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ n ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെയും 30 പദങ്ങളുടെ തുകയാണ് 1860 എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, write the arithmetic sequence with first term 2 and common difference 5. B question, what is the position of term obtained when 500 is
added to first term. ആദ്യ പദം 2ഉം പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണി എഴുതുക. ബി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ആദ്യ പദത്തോട് 500 കൂട്ടിയാൽ എത്രാമത്തെ പദം കിട്ടും? ഓക്കെ, ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം 2 ആൻഡ് കോമൺ ഡിഫറൻസ് 5. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നേടാം. ഫസ്റ്റ് ടൈം 2ഉം കോമൺ ഡിഫറൻസ് 5ഉം. 2 നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 2 + 5 7, 7 + 5 12, 12 + 5 17 etc. Okay. B question, what is the position of term obtained when 500 is added to first term? ഫസ്റ്റ് ടേമിന്റെ കൂടി ആദ്യ പദത്തോടു കൂടി 500 കൂട്ടിക്കഴിഞ്ഞാൽ എത്രാമത്തെ പദം കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 2 ആണ്, അതിനോട് കൂടി 500 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 502 എന്ന് കിട്ടും അല്ലെ? അപ്പോൾ 502 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണെന്ന് കണ്ടാൽ പോരെ? ഓക്കെ, nth ടേം കാണാൻ എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? xn = dn + f - d. നമ്മള് ഏത് പദത്തിന്റെ എത്രാമത്തെ പദമാണെന്നാണ് കാണുന്നത്? 502 എത്രാമത്തെ പദമാണെന്നാണ് കാണുന്നത്. അപ്പോൾ 502 = t എത്രയാണ്? 5 × n പ്ലസ് f എത്രയാണ്? 2 - 5. അപ്പോൾ 5n പ്ലസ് 2 - 5 എത്രയാണ്? 2 - 5 എത്രയാണ്? -3 അല്ലെ? 2 - 5. 5ന്റെ സൈൻ ഏതാണ്? മൈനസ് ആണ് അല്ലെ? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈന് ഇടുന്ന കാര്യം കൂട്ടുകാർ പഠിച്ചിരിക്കും അല്ലെ? അപ്പോൾ 5 - 2 3. 5ന്റെ സൈൻ എത്രയാണ്? മൈനസ്. അപ്പോൾ 5 not 2 = 5n - 3 അല്ലെ? അപ്പോൾ 5 not 2 -3 ഈക്വൽ സൈൻ അപ്പുറത്തോട് പോകുമ്പോൾ എന്താവും? +3. 5 not 2 +3 = 5n. 5n = 502 + 3 505. Then n = 505 × 5 ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 5. 505 ഡിവൈഡഡ് ബൈ 5 = 101. അപ്പോൾ എത്രാമത്തെ പദമാണ്? 101ാമത്തെ പദമാണ്. ഈ ക്വസ്റ്റ്യനും മറ്റു പല രീതിയിൽ നമുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. f + 500 ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേമിനോട് 500 കൂട്ടിയാൽ എത്രാമത്തെ ടേം ആയിരിക്കും? f + 500. ഈ 500നെ ഞാൻ എന്ത് ചെയ്തു? 5 × 100 എന്ന് എഴുതി. അപ്പോൾ f + 5 × 100. f + 100നെ 101 - 1 എന്ന് എഴുതി. 101 - 1 × 5. ഇപ്പൊ ഏത് രൂപത്തിലായി? f + n - 1 × d. 5 ആരാണ്? d അല്ലേ? കണ്ടോ? f + n - 1 × d. അപ്പോൾ n ആരായിരിക്കും? 101. ആ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താവുന്നതാണ്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി consecutive terms starting from the first term of the arithmetic sequence 6, 10, 14 etc. must be added to get 880. 880. 6, 10, 14 etc. എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 880 കിട്ടുക? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി കൺസിക്യൂട്ടീവ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 etc. must be added to get 880. ഈ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 880 കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുകയാണ് 880. എന്നാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. തുക കാണാനുള്ള സമവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ തുക കാണാനുള്ള ഇക്വേഷൻ ആണ്. d/2n² + f - d/2n. ഈ മറ്റേ സമവാക്യം ഉപയോഗിച്ചാലും ആൻസർ കിട്ടും. ഓക്കെ,
നമുക്കറിയാം എഫ് എത്രയാണ് 6 ആണ്, ഡി എത്രയാണ് 10 മൈനസ് 6 4. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാണ് 4/2 ഡി 4/2 n സ്ക്വയർ പ്ലസ് എഫ് 6 മൈനസ് ഡി ബൈ 2 4/2 into n equal to 880. 4/2 2 2n square plus 6 minus 4/2 2 അല്ലേ, 6 minus 2 എന്തായിരിക്കും 4 ആയിരിക്കും. അപ്പോൾ 2n square plus 4n equal to 880. 2n സ്ക്വയറിലും 4ലും കൃത്യമായിട്ട് എന്തുണ്ട് 2 എന്തുണ്ട് കോമൺ ആയിട്ടുണ്ട്, 2 പുറത്തെടുത്തു. അപ്പോൾ n square plus 2n 2 into n square 2n square 2 into 2n 4n. ഓക്കെ, അപ്പോൾ ഇവിടെയും 880യെ 440 into 2 എന്ന് എഴുതി. ഇത് കൂടെ അപ്പോൾ ഇവിടത്തെ 2ഉം ഇവിടത്തെ 2 എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n ഈക്വൽ ടു 440 എന്ന് കിട്ടും. n സ്ക്വയർ പ്ലസ് 2n ഈക്വൽ ടു 440. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലൊക്കെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടില്ലേ അല്ലേ? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, രണ്ടാമത്തെ സമവാക്യമാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അതുപോലെ ചെയ്യാം. ഇവിടെ നമുക്ക് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്ത് ചെയ്യാം, ഒരു +1 കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി, ഒരു പൂർണ്ണവർഗമായി അല്ലേ. n സ്ക്വയർ പ്ലസ് 2n + 1. ഇവിടെ +1 ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം, സമത്തിന്റെ അപ്പുറത്തും അല്ലെ, ഇപ്പുറത്തെ സൈഡിന്റെ അപ്പുറത്തും എന്ത് ചെയ്യണം +1 ചേർക്കണം, അല്ലെങ്കിൽ വാല്യൂ മാറൂലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, n + 1 ഹോൾ സ്ക്വയർ, n സ്ക്വയർ പ്ലസ് 2n + 1 n + 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 440 + 1 441. അപ്പോൾ n + 1 എന്തായിരിക്കും, സ്ക്വയർ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, റൂട്ട് വരും അല്ലേ. ഒന്നാമത്തെ പാർട്ടിൽ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ. n + 1 ഈക്വൽ ടു √441 എത്രയാണ് 21. അപ്പോൾ n ഈക്വൽ ടു 21 + 1 ഈക്വൽ സൈഡിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആയിരിക്കും. അപ്പോൾ 21 - 1 ഈക്വൽ ടു 20. അപ്പോൾ എത്ര ടേമുകളുടെ സമ്മാണ് 880, 20 ടേമുകളുടെ പദങ്ങളുടെ തുകയാണ് 880. ഓക്കെ, കൂട്ടുകാർ ശരിക്കും നോക്കി മനസ്സിലാക്കാം, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. കൺസിഡർ ദ ഫോളോയിങ് നമ്പർ പാറ്റേൺ 3, 10, 17, 24, 31, 38, 45, 52, 59, 66. മറ്റ് രണ്ട് ലൈനുകൾ നമുക്ക് എഴുതേണ്ടതാണ്. A question, write next 2 lines of this sequence. B question, what is the sum of first 20 natural numbers? C question, what is the last term of 20th line of this sequence? D question, find the sum of all terms in the 20th line. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണി പരിഗണിക്കുക. 3, 10, 17, 24, 31, 38, 45, 52, 59, 66. മറ്റ് രണ്ട് ലൈന് നമുക്ക് എഴുതേണ്ടതാണ്. A question, ഈ ശ്രേണിയിലെ അടുത്ത 2 വരികൾ എഴുതുക. B question, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. C question, ഈ പാറ്റേണിലെ 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ ഏത്? ഡി, 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കാണുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് 3, 10, 17, 24, 31, 38, 45, 52, 59, 66. ഇങ്ങനത്തെ നമ്പർ പാറ്റേണിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ നമ്പർ പാറ്റേൺ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കൂ, 3 ആദ്യത്തെ വരിയിൽ ആദ്യത്തെ ലൈനിൽ ഒരു പദം മാത്രമേ ഉള്ളൂ, ഒരു ടേം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ലൈനിൽ 2 പദമുണ്ട്, മൂന്നാമത്തെ ലൈനിൽ 3 പദമുണ്ട്, നാലാമത്തെ ലൈനിൽ 4 പദമുണ്ട്. നമുക്ക് എഴുതേണ്ടത് 5ാമത്തെയും 6ാമത്തെയും ലൈനാണ്. അതിൽ 5ഉം 5ാമത്തെ ലൈനിൽ 5ഉം 6ാമത്തെ ലൈനിൽ 6ഉം പദങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്, ടേംസ് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് എന്താണ് മനസ്സിലാവേണ്ടത്?
3 കഴിഞ്ഞാൽ 10ലേക്ക് 7 ആഡ് ചെയ്തതാണ്. 10 കഴിഞ്ഞാൽ 17ലേക്ക് വീണ്ടും ഒരു 7 ആഡ് ചെയ്തതാണ്. ഈ 3, 10, 17, 24, 31, 38, 45, 52, 59, 66 ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ഫസ്റ്റ് ടൈം 3ഉം കോമൺ ഡിഫറൻസ് 7ഉമായിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ ലൈനും ആറാമത്തെ ലൈനും വളരെ ഈസി ആയിട്ട് ഇതിൽ കൂടെ ഇവിടെ അവസാനിക്കുന്നത്. നാലാമത്തെ ലൈന് അവസാനിക്കുന്നത് 66 ആണ് അല്ലെ. അപ്പോൾ അഞ്ചാമത്തെ ലൈൻ തുടങ്ങുന്നത് 66 പ്ലസ് 7 73 80 87 94 101 7 ആഡ് ചെയ്ത് പോവാം. അപ്പോൾ അഞ്ചാമത്തെ ലൈൻ അവസാനിക്കുന്നത് 101ലാണ്. അപ്പോൾ ആറാമത്തെ ലൈൻ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? 101 പ്ലസ് 7 108 അല്ലേ. അപ്പോൾ 108 115 122 129 136 143 കണ്ടോ. ആറാമത്തെ ലൈനിൽ 6 ടേംസുകളുണ്ട്. 1 2 3 4 5 6. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ മാർക്ക് നമുക്ക് വാങ്ങാം. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് എല്ലാവർക്കും അത് കാണാൻ അറിയാം. n × n + 1/2 ആണ്. n എത്രയാണ്? 20 പദങ്ങളാണ്. 20 × 21/2 എത്രയാണ്? 20/2 10. 10 × 21 210. അപ്പോൾ 210 ആയിരിക്കും എന്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിലെ 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ. ഈ ശ്രേണിയിലെ 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വരിയിൽ എത്രയാണ്? ഒരാളുണ്ടായിരുന്നു. രണ്ടാമത്തെ വരി 2 ആള്, മൂന്നാമത്തെ വരിയിൽ 3 ആള്, നാലാമത്തെ വരിയിൽ 4 ആള്, 20ാമത്തെ വരിയിൽ എത്രയാണ്? 20 ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 1 ഒരാൾ, 2 1 2 3. ഓക്കെ, അപ്പോൾ 1 + 2 3. മൂന്നാമത്തെ ആളായിരുന്നു 17 ആയിരുന്നു അല്ലേ. 1 + 2 + 3 എത്രയാണ്? 6. 1 2 3 4 5 6 കേട്ടോ. ആറാമത്തെ ആളാണ് 38 അല്ലേ. അപ്പോൾ ഇവിടെ ഈ 1 + 2 + 3 + 4 + 5 + etc. അങ്ങനെ പോകുന്നത് ഇവിടെ 20 ടേംസിന്റെ നാച്ചുറൽ നമ്പറിന്റെ സം കാണാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ 210. അപ്പോൾ ലാസ്റ്റ് ടൈം ഓഫ് ദ 20th ലൈൻ ഈസ് 210ാമത്തെ പദമായിരിക്കും ആയിരിക്കില്ലേ. ഇതേപോലെ പോകുമ്പോൾ അതല്ലേ 210ാമത്തെ പദമായിരിക്കും. ഇവിടെ നോക്കൂ, 1 2 3 മൂന്നാമത്തെ പദം, അവസാനത്തെ മൂന്നാമത്തെ പദമല്ലേ. ഇത് രണ്ടും കൂട്ടി 1 + 2 അല്ലേ. അടുത്തത് 1 2 3 4 5 6 ആറാമത്തെ പദം എത്രയാണ്? 38. നോക്കൂ, 1 + 2 + 3 കണ്ടോ. അപ്പോൾ 20ാമത്തെ ലാസ്റ്റ് ടൈം ഓഫ് ദ 20th ലൈൻ എത്രയായിരിക്കും? 1 + 2 + 3 + 4 + etc. +20. എത്രയാണ് നമുക്ക് കണ്ടുവച്ചിട്ടുണ്ടോ? എത്രയാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 210. അപ്പോൾ 210ാമത്തെ ടേം ആയിരിക്കും 20ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ ടേം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്രയാണ്? x 210 അല്ലേ. x 210. x നെ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. dn + f - d. എത്രയാണ്? d 7. 7 × n എത്രയാണ്? 210 പ്ലസ് f എത്രയാണ്? 3. 3 - 7. d എത്രയാണ്? 7. അപ്പോൾ 7 × 210 1470 minus 3 minus 7 4. 3 minus 7 എത്രയാണ്? -4 -4 അല്ലേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈഡ് 7 - 3 4. 7ന്റെ സൈഡ് മൈനസ്. അപ്പോൾ 1470 നിന്ന് 4 മൈനസ് ചെയ്താൽ 1460
66 ആയിരിക്കും എന്ത് 210ാമത്തെ പദം. 210ാമത്തെ പദം ആരാണ്? 20ാമത്തെ ലൈനിലെ അവസാനത്തെ ടേം. ക്ലിയർ അല്ലേ? ഇനി ചോദിച്ചിരിക്കുന്നത് 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കാണാൻ പറഞ്ഞു. ഫൈൻഡ് സം ഓഫ് ഓൾ ടേംസ് ഓഫ് 20th line. 20ാമത്തെ വരിയിലെ അവസാനത്തെ ആളെ നമുക്ക് കിട്ടി അല്ലേ? 20ാമത്തെ വരിയിലെ ആദ്യത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് SN = n/2 into xn plus x1 വെച്ചുകൊണ്ട് തുക കണ്ടൂടെ, സമ്മ കണ്ടൂടെ. അപ്പോൾ n നമുക്കറിയാം 20 ആണ്. അവസാനത്തെ ആളെ നമുക്കറിയാം 1466 ആണ്. ഇനി ആദ്യ പദം കൂടി കിട്ടിയാൽ പോരെ. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് ദ 20th line, 20ാമത്തെ ലൈനിലെ ആദ്യ പദം കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ലേ? കാരണം എന്താണ്? 20ാമത്തെ ലൈനിലെ അവസാനത്തെ ആളെ നമുക്കറിയാം. എത്രയാണ്? 1466. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 20ാമത്തെ ലൈനിൽ 20 പദങ്ങൾ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അവസാനത്തെ ആളിൽ നിന്ന് 19 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, x 210 മൈനസ് 19 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20ാമത്തെ ലൈനിലെ ആദ്യ പദം കിട്ടില്ലേ? അപ്പൊ 1466 മൈനസ് 19 ഇൻറ്റു d 7 അല്ലേ? 7 ചെയ്ത് കഴിഞ്ഞാൽ 1333 1333 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നറിയാം? 20ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം അറിയാം, 20ാമത്തെ ലൈനിലെ ലാസ്റ്റ് ടേം അറിയാം. സമ്മ കണ്ടൂടെ? 20/2 ഇൻറ്റു ലാസ്റ്റ് ടേം 1466 പ്ലസ് ഫസ്റ്റ് ടേം 20ാമത്തെ ലൈനിലെ ഫസ്റ്റ് ടേം 1333. എത്ര കിട്ടും? 10 ഇൻറ്റു 2799. അപ്പോൾ 27,990 ആയിരിക്കും അതിന്റെ സം. കൂട്ടുകാർ കൃത്യമായിട്ട് ഇത് ചെയ്തു നോക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഈ പാറ്റേൺ, ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഈ രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൂട്ടുകാർ പ്രത്യേകം നോക്കി മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. The algebraic form of an arithmetic sequence is 5n plus 3. A question: what is the first term of the sequence? What is the first term of the sequence? B question: what will be the remainder if the terms of the sequence are divided by 5? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+3 ആണ്. എ ക്വസ്റ്റ്യൻ: ഇതിലെ ആദ്യ പദം എന്താണ്? ബി ക്വസ്റ്റ്യൻ: ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The algebraic form of an arithmetic sequence is 5n plus 3. What is the first term of the sequence? അതാണ് എ ക്വസ്റ്റ്യൻ. എന്നെ വാല്യൂ കൊടുക്കണം. ഫസ്റ്റ് ടൈമിന് 1 കൊടുക്കണം. അപ്പോൾ x1 = 5 × 1 + 3. 5 × 1 5 + 3 = 8. അപ്പോൾ 8 ആയിരിക്കും ഈ സീക്വൻസിലെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യ പദം. സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? 8. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ രണ്ടാമത്തെ പാർട്ടിലും ഒക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. 5n + 3 ആണ് അതിന്റെ എന്ത്? ആൽജിബ്രായിക് ഫോം. അപ്പോൾ ഈ 5 ആരാണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണെന്നാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 5n + 3 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ ഈ 5n-ൽ ഈ 5 കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഹരിക്കാൻ പറ്റും ഇല്ലേ? 5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ലേ? കൃത്യമായിട്ട്. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? ശിഷ്ടം എന്തായിരിക്കും? 3. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? ശിഷ്ടം എന്തായിരിക്കും? 3. വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, 8 എന്നുള്ള ആ നമ്പറിനെ 5 കൊണ്ട് ഹരിച്ചു നോക്കൂ.
5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 8 ഫസ്റ്റ് ടൈം അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടം എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ എളുപ്പത്തിൽ 2 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് കൂട്ടുകാർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് 2 മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, there are 20 terms in an arithmetic sequence. Sum of the first and last term is 88. A question, what is the sum of the second and 19th term? B question, if the 10th term is 42, what is the 11th term? C question, what is the common difference of the sequence? D question, what is the first term? 20 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും 20ാമത്തെ പദവും കൂട്ടിയാൽ 88 കിട്ടും. എ ക്വസ്റ്റ്യൻ, രണ്ടാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്ര കിട്ടും? ബി ക്വസ്റ്റ്യൻ, 10ാം പദം 42 ആണ്, 11ാം പദം എന്താണ്? സി ക്വസ്റ്റ്യൻ, ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഡി ക്വസ്റ്റ്യൻ, ആദ്യ പദം എന്താണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, there are 20 terms in an arithmetic sequence. 20 പദങ്ങളുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിലെ ആദ്യ പദവും അവസാന പദവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 88 കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ക്വസ്റ്റ്യൻ, രണ്ടാം പദവും x2 പ്ലസ് x19 19ാം പദവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മുതൽ 20 വരെ 20 ടേമുകളാണ്, 20 പദങ്ങളാണ്. 20 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ അല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ കാണുന്നതിന് വേണ്ടി ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? മിഡിൽ നമ്പർ കിട്ടുമെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ഈവൻ നമ്പറാണ്. 1 മുതൽ 20 വരെയുള്ള 20 നമ്പറുകളാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളത്. ഇതിൽ തന്നിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 88 എന്ന് കിട്ടും. എന്താണ് ഈവൻ നമ്പർ സീക്വൻസിന്റെ ഒക്കെ പ്രത്യേകത? ഈവൻ നമ്പർ സീക്വൻസ് ഈവൻ നമ്പർ ആണെങ്കിൽ നോക്കൂ, 1 2 3 4 ഇതൊരു 4 നാച്ചുറൽ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. 1 2 3 4 നോക്കൂ, ഇതിൽ 1 പ്ലസ് 4 എത്രയാണ്? 1 പ്ലസ് 4 5. അതായത് ഒന്നാം പദവും നാലാം പദവും കൂടി ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. രണ്ടാം പദവും മൂന്നാം പദവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 5. മറ്റൊരു ഈവൻ നമ്പർ ടേംസ് ഉള്ള ഒരു സീക്വൻസ് 2 4 6 8 10 12 1 2 3 4 5 6. ഇതിൽ ഒന്നാം പദവും ആറാം പദവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 12 14. രണ്ടാം പദവും അഞ്ചാം പദവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്ലസ് 4 14. അതുപോലെ തന്നെ മൂന്നാം പദവും നാലാം പദവും ആഡ് ചെയ്ത് കഴിഞ്ഞാലും 14 ആയിരിക്കും. ഇതാണ് ഈവൻ നമ്പർ ആയിട്ടുള്ള ടേമുകളുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതയാണ്. ജോഡികളായിട്ട് തിരിക്കാം. ഓക്കെ, ഇതിന് സമ്മൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് x1 പ്ലസ് x20 88 ആണ്. അങ്ങനെയാണെങ്കിൽ x2 പ്ലസ് x19 എത്രയായിരിക്കും? ഇതൊരു പേരല്ലേ? അതുപോലെ തന്നെ മറ്റൊരു പേരല്ലേ? പേരാണുള്ളത് x2 പ്ലസ് x19, അതും എന്തായിരിക്കും? 88 ആയിരിക്കും. ഓക്കെ, കൂട്ടുകാരെ പഠിച്ചല്ലോ അത് 88. ഇനി നിങ്ങളോട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രേണിയുടെ പൊതുവ്യത്യാസം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10ാം പദം 42 ആണ്. 10ാം പദം എത്രയാണ്? 42 ആണ്. അങ്ങനെയാണെങ്കിൽ 11ാം പദം എത്രയാണെന്ന് ചോദിച്ചു. 10ാം പദം എവിടെ? 10ാം പദം 42 ആണ്. 10ഉം 11ഉം അല്ലേ? നോക്കൂ, 20 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്ക് ആരൊക്കെയായിരിക്കും? 10ഉം 11ഉം. ഒരു നമ്പർ മാത്രമാവോ? 2 നമ്പറിലാവില്ലേ? ഏതൊക്കെയാവും? 10ഉം 11ഉം. അത് ഇതേപോലെ ഒരു പേരാവില്ലേ? നടുക്കുള്ള ഇവിടെ 2 3 അല്ലെ? ഇവിടെ 6 8. അതേപോലെ 10ാമത്തെ പദവും 11ാമത്തെ പദവും കറക്റ്റ് ആയിട്ട്
നടുക്ക് വരും. അപ്പോൾ 10-ാം പദവും 11-ാം പദവും കൂടി ആഡ് ചെയ്യുമ്പോഴും അതും കൃത്യമായിട്ടുള്ള ഒരു പേരല്ലേ. ഓക്കെ, എത്ര വരും? 88 വരും. ഇതിൽ 10-ാം പദം എത്ര വന്നിട്ടുണ്ട്? 42 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 11-ാം പദം കണ്ടൂടെ? x11 ഈക്വൽ ടു 88 മൈനസ് x10. x10 എത്രയാ? 42. അപ്പോൾ 88 മൈനസ് 42 46. 46 എന്ന് വളരെ ഈസി ആയിട്ട് കിട്ടും. ഈ ഒറ്റ ആശയത്തിന്റെ മുകളാണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാൻ വളരെ എളുപ്പമല്ലേ? 10-ാം പദവും 11-ാം പദവും അറിയാം. 10-ാം പദവും 10-ാം പദം 42 ആണ്. 11-ാം പദം എത്രയാണ്? 46. 46 മൈനസ് 42 ഈക്വൽ ടു 4. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവ്യത്യാസം കാണാം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യ പദം ഫസ്റ്റ് ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? 10-ാം പദം നമുക്കറിയാലോ. 10-ാം പദത്തിൽ നിന്നും എത്ര പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ ഒന്നാം പദം കിട്ടും? 9 പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം അല്ലെ? 10-ൽ നിന്ന് 9 പൊതുവ്യത്യാസം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നാം പദം, ആദ്യ പദം, ഫസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു x10 എത്രയാണ്? 42 ആണ് അല്ലെ? നമ്മൾ ഇവിടെ കണ്ടില്ലേ? x10 എത്രയാണ്? 42 ആണ്. 42 മൈനസ് 9 ഇൻറ്റു d എത്രയാണ്? 4. 9 ഇൻറ്റു 4 36. 42 മൈനസ് 36 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യ പദവും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തു. അപ്പൊ ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ സംഖ്യകളുടെ ടേമുകളുള്ളതും ഇരട്ട സംഖ്യ ടേമുകളുള്ളതുമായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതകൾ കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടറ്റത്തുമുള്ള ടേമുകളുടെ സമ്മിന്റെ പകുതിയായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഈവൺ നമ്പർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ആ ജോഡികൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 120 88, 2 90 88, 3 80 അല്ലെ? അത്തരത്തിൽ വന്ന് 10 11 നടുക്കിലെത്തി, മധ്യത്തിലെത്തി അല്ലെ? അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നിരവധി ക്വസ്റ്റ്യനിലൂടെ ഇപ്പോൾ കടന്നുപോയി. പാർട്ട് 1, പാർട്ട് 2, ഇപ്പോൾ പാർട്ട് 3 അല്ലെ? ഒരുപാട് ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി അല്ലെ? നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധാപൂർവം കാണുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചിരിക്കും അല്ലെ? പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്, അത് കാണുക. അത് കണ്ടതിന് ശേഷം പാർട്ട് 3 കാണുക. ഇനി അടുത്തത് പാർട്ട് 4 ഉണ്ട്, പാർട്ട് 5 ഉണ്ട്. അതോടുകൂടി ഈ സമാന്തര ശ്രേണികളിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. PDR മാത്തമാറ്റിക്സിന്റെ ഈ സെഷൻ കണ്ട് മനസ്സിലാക്കിയ എല്ലാ കൂട്ടുകാർക്കും PDR മാത്തമാറ്റിക്സിന്റെ ആശംസകൾ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.